വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 18 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്പ്രേരണകൾ. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടും കൂടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. തെറ്റു ചെയ്യുന്നതിനോടൊപ്പം അതിനുള്ള പ്രേരണയും കുറ്റകരമാണ്. നിലവിലുള്ള സന്മാർഗശാസ്ത്രത്തിന് ചില തിരുത്തലുകൾ കുറിക്കുകയാണ് യേശു ഇവിടെ. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തെറ്റു ചെയ്യുന്നവൻ മാത്രമല്ല കുറ്റക്കാരൻ. തെറ്റു ചെയ്യുന്നതിനു വേണ്ടി ഒരുവനെ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അവന് ഇടർച്ച നൽകത്തക്ക വിധത്തിൽ പെരുമാറുകയോ ചെയ്യുന്നവനും തുല്യ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ആ നിലപാട്. എങ്കിലും മനുഷ്യരുടെ ഇടയിൽ തെറ്റുകൾ ഉണ്ടാകാനുള്ള പ്രേരണയും പ്രോത്സാഹനവും സമൂഹത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള സാധ്യത യേശു നിഷേധിക്കുന്നില്ല. യേശു തുടർന്ന് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എന്റെ അനുയായികൾ അത്തരം ഒരു തെറ്റ് സ്വയമായിട്ട് ചെയ്യുകയോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് എല്ലാവിധത്തിലും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ആരെങ്കിലും ആ തരത്തിൽ കുറ്റക്കാരനാകുന്നുവെങ്കിൽ കടുത്ത ശിക്ഷാവിധികളാണ് യേശു നിർദ്ദേശിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ മനുഷ്യ അവയവങ്ങളെ വെട്ടിമാറ്റുന്നത് വരെ എത്തി നിൽക്കുന്ന ആ ശിക്ഷാവിധികൾ നിർദ്ദേശിക്കുന്നത്. അതുവഴിയായി യേശു അനുവാചകരെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് തെറ്റു ചെയ്യുന്നതിന് പോലെ തന്നെ കുറ്റകരമാണ് തെറ്റു ചെയ്യുന്നതിനുള്ള പ്രേരണയുമെന്ന് അനുവാചകരെ ബോധ്യപ്പെടുത്താനുള്ള തന്റെ കാഴ്ചപ്പാടായിട്ട് വേണം ഇത്രയും കഠിനമായ ശിക്ഷാവിധികളെ പറ്റിയുള്ള പരാമർശത്തിന്റെ പ്രസക്തി എന്നാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. യേശുവിന്റെ മനസ്സനുസരിച്ച് തന്റെ മക്കൾ നന്മ ചെയ്യുന്നവരും മറ്റുള്ളവർക്ക് സന്മാതൃക നൽകുന്നവരും ആയിരിക്കണം. ഇതാണ് യേശുവിന്റെ ദർശനവും യേശു തന്റെ അനുയായികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമെന്ന് ആണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.